CMR എക്സാലോജിക് മാസപ്പടി കേസിൽ ഇഡിയുടെ ചോദ്യം ചെയ്യൽ ഇന്നും തുടരും. CMR MD SN ശശിധരൻ കർത്തയുടെ ഭാര്യ ജയ ഇന്ന് ചോദ്യം ചെയ്യൽ ഹാജരാകും. നാളെയാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകളും എക്സാലോജിക് ഉടമയുമായ വീണ ടി ഇഡിക്ക് മുന്നിൽ ഹാജരാകുന്നത്. വിഷ്ണു സുരേഷ് അപ്ഡേറ്റ് ചെയ്യുന്നു കൊച്ചിയിൽ നിന്ന്. പറയൂ വിഷ്ണു. CMR എക്സാലോജിക് ദുരൂഹ ഇടപാടിൽ അന്വേഷണം കടുപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അതിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇന്നലെ CMR MD ആയ ശശിധരൻ കർത്തയുടെ മകൾ ഷിബി എസ് കർത്തയെ ചോദ്യം ചെയ്തിരുന്നു. നിപുണ എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ഡയറക്ടർ കൂടിയാണ് അവർ. ആ ഒരു പശ്ചാത്തലത്തിലാണ് അവരെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയത്. റെയ്ഡ് അടക്കം നിപുണയിൽ നടക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ ഇപ്പോൾ ഇന്ന് ശശിധരൻ കർത്തയുടെ ഭാര്യയോട് എത്താനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അവർ CMRന്റെ ഒരു ഡയറക്ടറാണ്. ഒരു വരുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. പക്ഷേ വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇന്നലെ അതിന്റെ ഒരു ഡയറക്ടർ എത്തി. ഇനിയിപ്പോൾ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നതിനപ്പുറത്തേക്ക് ചോദ്യം ചെയ്യലോട് സഹകരിക്കാനാണ് അവരുടെ തീരുമാനമെന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാവുന്നത്. നാളെയാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ചെയ്യൽ നടക്കാൻ പോകുന്നത്. വീണ ടി, നിലവിലെ പ്രതിപക്ഷ നേതാവിന്റെ മകൾ വീണ ടി നാളെ ഹാജരാകും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതുവരെ വീണ സാവകാശം തേടിയിട്ടില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ടപ്പോൾ അനാരോഗ്യം ചൂണ്ടിക്കാണിച്ച് സാവകാശം തേടിയിരുന്നു. 2 ആഴ്ച സാവകാശമാണ് ആവശ്യപ്പെട്ടതെങ്കിലും ബുധനാഴ്ച വന്നാൽ മതി എന്ന നിർദ്ദേശം ED നൽകിയിരുന്നു. നാളെ വീണ ടി കൂടി എത്തും. വീണയെ ചോദ്യം ചെയ്യുന്നത് വഴി ഈ കേസിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് അന്വേഷണം കൊണ്ടുപോകാനാകുമെന്ന പ്രതീക്ഷയാണ് നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പങ്കുവെക്കുന്നത്. CMRന്റെ 9 പേർക്കാണ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. അവരും വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകും. ഈ ചോദ്യം ചെയ്യലിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏടായി മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ടാണ് അതിൽ പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കാനുള്ള നിർദ്ദേശം ഉന്നതതലത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ആ നടപടിയിലേക്ക് ED കടക്കുന്നത്. നാളെയാണ് വീണ ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന്റെ കൊച്ചി ആസ്ഥാനത്തേക്ക് എത്താൻ സാധ്യത. SK ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.